പ്രിയമുള്ളവരെ, വചനജ്വാല 1350 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 12 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മാതാവിൻ്റെ മെയ് മാസ വണക്കം 12-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ 106-ാം സങ്കീർത്തനം 39 മുതൽ 48 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായി തീർന്നു. ഈ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. കർത്താവിന്റെ കോപം തന്റെ ജനത്തിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് തന്റെ അവകാശത്തെ വെറുത്തു. അവിടുന്ന് അവരെ ജനതകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ വൈരികൾ അവരെ ഭരിച്ചു. അവരെ ശത്രുക്കൾ അവരെ ഞെരുക്കി. അവർ അവരുടെ അധികാരത്തിന് കീഴമർന്നു. പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു. എങ്കിലും അവർ മനഃപൂർവം അവിടുത്തെ ധിക്കരിച്ചു. തങ്ങളുടെ അകൃത്യം നിമിത്തം അവർ അധപ്പതിച്ചു. എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു. അവിടുന്ന് അവർക്ക് വേണ്ടി തന്റെ ഉടമ്പടി ഓർമ്മിപ്പിച്ചു. തന്റെ കാരുണ്യാതിരേകം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു. അവരെ തടവുകാരാക്കിയവർക്ക് അവരോട് സഹതാപം തോന്നാൻ അവിടുന്ന് ഇടയാക്കി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്ക് ഇടവരട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ജനം മുഴുവനും ആമേൻ എന്ന് പറയട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മൾ 107-ാം സങ്കീർത്തനം 1 മുതൽ 8 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി ശ്രവിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവന്റെ കൃതജ്ഞത. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ: കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. ദേശങ്ങളിൽ നിന്ന്, കിഴക്ക് നിന്നും, പടിഞ്ഞാറ് നിന്നും, വടക്ക് നിന്നും, തെക്കു നിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചു കൂട്ടി. വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയിൽ അവിടുന്ന് അവരെ രക്ഷിച്ചു. വാസയോഗ്യമായ നഗരത്തിൽ എത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. അവർ കർത്താവിന്റെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ നെരേയൂസിനെയും അക്കില്ലയൂസിനെയും പ്രത്യേകം അനുസ്മരിക്കുന്ന ദിവസമാണ്. മെയ് 7 അനുസ്മരിച്ച വിശുദ്ധ ഫ്ലാവിയ ഡൊമിൽ
ഡൊമിറ്റില്ലായുടെ ഭൃത്യരായ സൈനികരാണ് ഈ രണ്ടുപേരും. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് രാജകുമാരി ഫ്ലാവിയായോടുകൂടി ഇരുവരും പോൺസിയ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് മൂവരും ശിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷികളായി. പ്രിയരെ, ധീരരക്തസാക്ഷികളായ വിശുദ്ധ നെരേയൂസിൻ്റെയും അക്കില്ലയൂസിൻ്റെയും ഒപ്പം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച 14കാരനായ വിശുദ്ധ പങ്ക്രാസിൻ്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.